വന്നിട്ടുണ്ടാവും. ഒരു 5 കാണും. പോരാ അതിന് നീ എന്തെങ്കിലും കൊള്ളിക്കണ്ടേ? പിന്നെ ആയിരിക്കണൊക്കെ ആരറിഞ്ഞിട്ടാണ്? അത് എത്ര കീറിയിട്ടാണ് കിട്ടിയ ഏറി. എടാ എനിക്കേ ഇവിടെ ഒരു ഫീല് കിട്ടണില്ല. നമുക്ക് പള്ളിപ്പറമ്പിൽ പോയാലാ? പൊളിക്കും. അതെ, ഈ സരിതാ ബാബു മാത്രം എന്താണെന്ന് മിണ്ടാത്തത്? എല്ലാ വോയിസും കേൾക്കണുണ്ടല്ലോ. ഒരു സ്റ്റിക്കറെങ്കിലും ഇട്ടൂടെ? സാന്നിധ്യം അറിയിച്ചൂടെ? ഗ്രൂപ്പിലെ വനിതാ രത്നങ്ങളുടെ ശ്രദ്ധയ്ക്ക് ശ്രീമതി സരിതാ ബാബുവിന് വാട്സപ്പ് ഇല്ലാത്തതിനാൽ മകൻ ബിബീഷ് ബാബുവിന്റെ നമ്പറാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആയതിനാൽ ഇവിടെ നടക്കുന്ന കപ്പ കൃഷി ചർച്ച ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ശ്രീമതി സരിതയെ അറിയിച്ചോളാം. സ്നേഹപൂർവം ബിബീഷ് ബാബു, ജയ് ജവാൻ. വെള്ളത്തിന്റെ ഉപ്പിന്തിടാ അടിയണ ക്ലാസ് വേണ്ടിട്ടാ. പൊന്നു വിഷ സൂര്യൻ താഴ്ന്നിട്ടടിച്ചാ പോരെ. സൂര്യനൊക്കെ പോയിട്ട് പൊന്നളിയോ എടുത്തു വെച്ചോ. എപ്പോഴാ ആവശ്യം വരുന്നത് പറയാൻ പറ്റൂല. എടാ കുഞ്ഞാ, നീയായിരുന്നത്. നിനക്ക് ഈ പൂമ്പാറ്റയുടെ പടം അല്ലാണ്ട് നല്ലൊരു ഡീപ്പ് ഇട്ടൂടെ? എടാ അപ്ഡേറ്റ് ആവടാ കുഞ്ഞാ. അമ്മയുടെ കുഞ്ഞൻ റെഡിയായ വരാപ്പുഴ പെണ്ണാൻ പോയിട്ട് എന്തായി? പെണ്ണ് കെട്ടോ നീ? നമ്മളെ പ്രതീക്ഷിച്ച പോലെ പ്രശ്നമൊന്നുമില്ലട്ടാ. അവനടുക്കാട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അല്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിളിച്ചപ്പോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ കാണൽ വേറെ ദിവസത്തേക്ക് ആക്കാറുന്നല്ലോ. ഈ വിക്സ് ഇല്ലേ, വിക്സ്, അത് കുറച്ച് പഞ്ഞിയിലെടുത്തിട്ട് വേദനയുള്ള പല്ലിന്റെ ഇടയിൽ വെച്ചാൽ മതി. നല്ല റിലാക്സേഷൻ കിട്ടും. ചിലപ്പോ പല്ലിന്റെ ഇടയിൽ കേട്ടുണ്ടാവും. അതാ തുടക്കത്തില് കാണിച്ചാലേ വലിയ കുഴപ്പമുണ്ടാവില്ല. സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പെയിൻ ഉണ്ടോ? ഇല്ല, സംസാരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക്. പക്ഷെ ഇത്ര സൗണ്ട് വരുള്ളൂ തന്നെ ഉള്ളൂ. നമ്മള് പരസ്പരം സംസാരിക്കുന്നത് ആശയവിനിമയം നടത്താനാണല്ലോ. അതെ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. വീട്ടിൽ ചെന്നിട്ടേ അമ്മയോട് പറഞ്ഞിട്ട് കുറച്ച് ഉപ്പുവെള്ളം വെച്ചാ മതി. നല്ല ആശ്വാസം ഉണ്ടാവും. അമ്മയൊന്നും ഇല്ലല്ലോ, അവരൊക്കെ കോയമ്പത്തൂരാ. അതെപ്പോ പോയി? എപ്പോഴോ പോയി. അപ്പൊ ഒറ്റയ്ക്കാണോ? അപ്പൊ ഈ ഫുഡൊക്കെ ആരാ ഉണ്ടാക്കുന്നേ? അത്യാവശ്യം ഞാൻ കുക്ക് ചെയ്യും, ബാക്കിയൊക്കെ പുറത്തൊന്നും കഴിക്കും. കുക്ക് ചെയ്യോ? എന്തൊക്കെ വെക്കും? എന്തും വെക്കും. എന്തൊക്കെ അറിയാം? എന്തൊക്കെ അറിയണം? ഞാനുണ്ടാക്കിയ ചാളക്കറി കഴിച്ചിട്ടുണ്ടോ? നല്ല എരിയാ. അല്ല, അനിയനൊരുത്തനുണ്ടായിരുന്നില്ലേ, അവൻ ഹെൽപ്പ് ചെയ്യില്ല? അവൻ ഫുൾ ടൈം സിനിമ പരിപാടിയായിട്ട് ചെന്നൈയിലാ. അഭിനയമോഹിയ. ഓ, അവൻ സിനിമാക്കാരനാണോ? എല്ലാ സിനിമയും കാണും. പിന്നെ ഞാനും വൈശാഖായിട്ട് ബ്രേക്കപ്പിലായ കാര്യം നിനക്കറിയാന്നല്ലേ? എന്തോ പെട്ടെന്ന് അവനുമായിട്ട് ബ്രേക്കപ്പ് ആയപ്പോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൊത്തത്തില് ഞാൻ അങ്ങോട്ട് ഒരു ഒറ്റപ്പെടൽ പോലത്തെ ഒരു സെറ്റപ്പിലായിപ്പോയി. പിന്നെ കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തേക്കായിരുന്നു. നോ ചാറ്റ്സ്, നോ പോസ്റ്റ്. അതൊക്കെ എന്തിനായിരുന്നു എന്ന് ശരിക്കും ആലോചിച്ചാ എനിക്കറിയില്ല. വെറുതെ ഒരുത്തന്റെ പേരും പറഞ്ഞ് ഡിപ്രഷൻ അടിച്ച് കുറച്ച് നല്ല ദിവസങ്ങൾ കളഞ്ഞെന്നല്ലാതെ ഒരു യൂസും ഉണ്ടായില്ല. പിന്നെ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഓക്കെ വരുന്ന ടൈമിലായിരുന്നു ജൂഡ് നിന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാ പിന്നെ ഒന്ന് കണ്ട് സംസാരിച്ചേക്കാൻ തോന്നി. 3 4 നേരത്തെ പറഞ്ഞ മിച്ചറിഞ്ഞിടൂ. വിശന്നിട്ട് ചോദിച്ചാടൂ. അപ്പൊ നോക്കിയടാ. വന്നേടാ ചോടച്ചേക്കണ്ട. ഒന്നുമില്ലെന്ന് ആകാരമേത്തോടാണോ കൊമ്പടിയൊക്കെ വലിച്ചിരുന്നത്? ചേട്ടാ, ഞങ്ങ മാങ്ങ അറിയാണ്ട് അവിടെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. ഇതിവിടെ ആൾക്കാര് പോണതല്ലേ, ആരെങ്കിലും മേത്തിട്ടുണ്ടല്ലോ.
ഇതങ്ങനെ എന്നെ മേത്തിട്ടുണ്ടെങ്കിലേ നീക്ക് എത്ര ക്ലാസ്സിലാണോ പഠിക്കണേ? ഞാൻ 6ലാണ് കേട്ടാ. നീയാ? ഞാനും 6ലാണ് കേട്ടാ. ഞാൻ 6B, ഇവൻ 6. എന്തോ ക്ലാസ് ഒന്നുമില്ല ഇന്ന്. ചേട്ടാ അത് 10ാം ക്ലാസ് ആയിരിക്കും, പരീക്ഷയാണ്. അതുകൊണ്ട് ഞങ്ങക്ക് ലീവ് വന്നേക്കാണ്. ചേട്ടാ എടുക്കല്ലേട്ടാ. അതുകൊണ്ട് അതുകൊണ്ടൊന്നും മാങ്ങേറിയാൻ വന്നേണ്. ചേട്ടാ എടുക്കല്ലേട്ടാ. ചേട്ടാ താ ചേട്ടാ. ചേട്ടാ മതി ചേട്ടാ. എന്ത് ക്രൂരതയാണ് ചേട്ടാ. എടാ മക്കളെ, ഇവിടെ നിന്ന് മാങ്ങ പറിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ നിന്ന് മാങ്ങൊന്നും പറിക്കണ്ട. വേറെ എവിടെയെങ്കിലും പോയി മാങ്ങ പറിക്കും. വേറെ എവിടെ? ആദ്യം അവിടെ എല്ലാം പോകും. സൈക്കിൾ എടുത്ത് വിട്ടു. സൈക്കിൾ എടുത്തോ. ഏതെങ്കിലും മാവുണ്ടാവും, പോയി ചീഞ്ഞ മാങ്ങയാണോ? നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും നല്ല പുളിയുണ്ട്. വെടിക്കൊണ്ടാ മടുത്ത് അച്ചാട്ടാൻ പറ. നല്ല മധുരമുണ്ട്. അടിപൊളി മധുര. ഇത് മധുരമുണ്ട്. കടിച്ചില്ലല്ലേ ഇനി? മണത്താ മതി എനിക്ക്. പറയും ഞാൻ. മണത്ത് കണ്ടുപിടിക്കാൻ താൻ ആരോടും. ബിബീഷ്. എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് മനോജിനോട് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പറഞ്ഞു, എന്താണെങ്കിലും പറഞ്ഞു. എവിടെ പോയി? വൈശാഖായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് കുറച്ച് സീരിയസ് ആയിരുന്നു. കുറച്ചെന്ന് വെച്ചാ കുറച്ചധികം സീരിയസ് ആയിരുന്നു. സുഖോ സുഖോ, ആ ഈ മാങ്ങാണ്ടിക്ക് കൂട്ടുവെക്കോ? സീരിയസ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാ മെന്റലി ആൻഡ് ഫിസിക്കലി. മനോജേ, അയ്യോ എന്തോ ജൂഡേ, മലർന്നുവോ നീ മകനാൽ മാവിൻ മകനാൽ പുത്ര, മലർന്നുവോ നീ മാതുലനാം നിൻ സ്നേഹിതനാണോ? നീ ചെയ്ത കടപ്പാടാണോ? അത് ചെയ്തവനോരു ആണോ? അതിൽ പോയത് നിൻ തലയാണോ? പെണ്ണാണോ നീ തേടിയവളാണോ? പണിപാടിയ പോലെയാണോ? അതിൻ കാരണം തലയാണോ? നീ എന്തിനാ മാറിക്കളഞ്ഞതെന്നാറി? മനോ എന്റെ പൊന്നു ചൂടെ, നിങ്ങളൊക്കെ പിള്ളേരാണോ? ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമായില്ലേ? എവിടെയോ ഇരുന്ന് ജോലി ചെയ്യുന്ന സിനിമാക്കാരുടെ പേരിൽ തല്ലു പിടിക്കാൻ നിനക്കൊക്കെ നാണാവില്ലേ? കുറച്ചൊക്കെ മെച്ചൂരിറ്റി കാണിച്ചൂടെ? അത് പിന്നെ വാക്കറല്ലേ? അല്ല, നീ പോക്കല്ലേ? നിനക്ക് എങ്ങനെയുണ്ട്? സുഖുവിന്റെ ഏറിനെ പ്രായത്തിൻ്റെതായ ഇത്തിരി വിലക്കുറവുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഏറുകൊണ്ട് ഏറിപ്പോനെ അല്ലേ? എന്തായാലും ഇതൊക്കെ നടന്നത് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. തേക്കാൻ പോവാണെന്ന് തോന്നണം. ഇന്ന് അവിടെ വെച്ച് സംസാരിച്ചതിനേക്കാളും ഈ കുറച്ച് സമയം കൊണ്ട് എനിക്കുണ്ടായ വിഷമാണോ ടെൻഷനാണോ അതോ സഹതാപാണോ എനിക്കറിയില്ല. നേരെ നടക്കുന്ന കാര്യല്ലേ? എന്തോ
ഇവനോട് എനിക്ക് എന്തോ വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയ പോലെ ഒരു ഫീല്. ശരിക്കും ശരിക്കും എല്ലാ ചണ്ടികളും നോക്കുകയാണ്. എന്നീ ചീടപ്പോ ഒരു ചായ കൂടി ആയില്ല. ആ ഞാൻ ചായ എടുത്തോണ്ട് വരാം. എനിക്ക് മധുരം കുറച്ചേ. ജോജിക്ക് ചായ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. അവനതിന് ഏലക്കൊക്കെ പൊടിച്ചിടും. സൂപ്പറാ. ആണോ? ആ കറണ്ട് വന്നല്ലോ. നിന്റെ വിഷയം നിർത്തിക്കും. നിർത്തി. അതെന്തിനാ ഇപ്പൊ നടത്തിയേ? അല്ല ഒന്നും ഉണ്ടായിട്ടല്ല, എന്തിനാ വെറുതെ. നല്ലല്ലേ? അല്ല നല്ലതൊക്കെ തന്നെ. പിന്നെ ഈ വാട്സപ്പ് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും എവിടെയും ആർമിക്കാരാ. ഇനിയിപ്പോ ടി വി കൂടി എന്തിനാ വെറുപ്പിക്കണെന്ന് കരുതിയിട്ടാ. വെറുപ്പിക്കലാ? എന്ത് നല്ല ആൽബംസ് ആണ്. അല്ലാതെ അവർക്ക് ഇത്ര പോപ്പുലർ ആവാൻ പറ്റുമോ? എന്റെ ഫേവറേറ്റ് ആണ്. അല്ല പോപ്പുലർ ഒക്കെ തന്നെ, എന്നാലും എന്തെന്നാലും നല്ല അസൂയുണ്ടല്ലേ? അസൂയ എന്തിനാ? അല്ല, ഈ കുറച്ചു കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്ര ഇമ്പാക്റ്റും ലോകമെമ്പാട് ആരാധകരും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആർമിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലേ പകരം വയ്ക്കാനില്ലാത്ത ആ 7 പേരോട് അസൂയ തോന്നല് തെറ്റൊന്നും ഇല്ല മോനെ. എന്റെ മോളെ, നമുക്കങ്ങനെ കണ്ട് പകരം വെക്കാനോ അസൂയപ്പെടാനോ 7 പേരൊന്നുമില്ല. ഒറ്റ പേര്, മൈക്കിൾ ജാക്സൺ. അതാണ്. പിന്നെ നമുക്കൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഈ ആർമി തുടങ്ങി വെറുപ്പിക്കണില്ല എന്ന് മാത്രം. അത് മാത്രല്ല, ആർമിക്ക് തുടങ്ങണമെങ്കിലേ മിനിമം 100 പേരെങ്കിലും വേണം. അല്ലാതെ മൈക്കിൾ ജാക്സൺ ഫാൻ ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അത് മാത്രല്ല, ഈ പുള്ളിയുടെ പാട്ടൊക്കെ ഇപ്പൊ ആര് കേൾക്കാനാ? മോള് പൊടിക്കുന്ന അടങ്ങ്. നമ്മൾ ഈ മൊബൈലിൽ കിടന്നിട്ട് ഒരു പറ്റം പിള്ളേര് ആർമി ഉണ്ടാകുന്ന പരിപാടിയല്ല. ഇന്റർനെറ്റ് എന്ന പരിപാടി ചിന്തിച്ചു പോലും നോക്കാൻ പറ്റുന്ന സമയത്ത് ലോകത്തിന്റെ മുക്കിലും മൂലയിലും അങ്ങയുടെ പാട്ടത്തിലുണ്ടെങ്കിലേ അങ്ങനെ ലെജൻഡാണ്, ലെജൻഡ്. അതിപ്പോ BTS തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അവരും കുറച്ചുകൂടെ കാലം കഴിയുമ്പോ മൈക്കിൾ ജാക്സനെ പോലെ ലെജൻഡ് ആയിക്കോളും. ആരെപ്പോലെ? പറ, ആരെപ്പോലെ? മൈക്കിൾ ജാക്സനെ പോലെ. You got the point, my lady. അതാണ് അതല്ല, അതാണ് ലെജൻഡാണ്, അത് മറക്കരുത്. അതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. അതെ, അതാണ് പ്രശ്നം. എന്താണ് അത് നിനക്ക് ഞങ്ങൾ മൈക്കിൾ ജാക്സൺ ഫാൻസിനെ അറിയാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലമ കയറി ഞങ്ങൾ ബീറ്റിട്ട് പിന്നെ നീ കുറെ ബീറ്റ്. മോളെ കയ്യാങ്കളിയൊന്നും വേണ്ട, മോളാദ്യം പറഞ്ഞു തീർക്കും. പറയാനെന്തെങ്കിലും പറയാൻ പറ്റൂ. അത് നീ പറയുന്നത് പിന്നെ നീ പറഞ്ഞൊട്ടും. എന്റെ പൊന്നു മനോജ്, നീ ഇവിടെ വെച്ച് കൊറേ പാടുപെടും. ഞങ്ങളുടെ കാര്യല്ലേ, ഞാൻ വേണമെങ്കിൽ എന്നെ പോലെ ഇവനെ കൊണ്ടുപോയി BTS മെമ്പർഷിപ്പ് എടുക്കും. അങ്ങനെ പറ. അപ്പൊ നീയും ആർമി ആയിരുന്നല്ലേ? അതെ, ഞാനും ആർമി ഫാനാ. എന്ത് നിന്നോടൊക്കെ എന്ത് പറയാനാണ്? അത് തനിക്ക് BTS ഫുൾ ഫോം അറിയണം. അറ്റ്ലീസ്റ്റ് മൈക്കിൾ ജാക്സന്റെ 10 ഒരു പാട്ട് തനിക്ക് പഠനം അറിയണോ? അതെങ്ങനെ തലേ കിടന്ന് കറങ്ങിയല്ലേ കൊറിയ? നീ കേൾക്കാത്ത ഐറ്റംസ് ഉണ്ട്. മൈക്കിൾ ജാക്സന്റെ ബീറ്റിട്ട് ബാഡ് ബ്ലാക്ക് ഓർ വൈറ്റ് അങ്ങനെ എന്തോരം ആൽബം നിനക്ക് അറിയാമോ? അത് മാത്രോ ഡേഞ്ചറസ് ജാം ഈ മൂന്ന് വാക്ക് പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് BTS ഞാനാ ഈ BTSന്റെ സർക്കസ് അല്ല, ഡാൻസ് ഒന്നല്ല. അയ്യടാ, ഞാൻ സ്വന്തമായിട്ട് ആന്തം നീയൊക്കെ അന്തോണ്. എന്താണ് പ്രശ്നം? ഏതാണ് ഇതൊക്കെ? ദിനേശന്റെ മോൻ പോപ്പിനെ നീ നാറിയുന്നല്ലേ? ഒരു
നിനക്ക് എന്തിന്റെ ഭ്രാന്താടാ? എന്നെ നാളെന്ന് വിളിച്ചപ്പോ പിന്നെ ഞാൻ ഒക്കെ താരട്ട് പടി ഉറക്കാൻ അവിടെ പെണ്ണാണ് വനിതാ കമ്മീഷനെ എടുത്തിട്ട് ഉടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. അറിയാം എന്റെ ബാക്കി കേട്ടിട്ട് അവനോട് സംസാരിക്കാൻ വന്ന കൊച്ചാണ്. മൈൻഡ് ഞാൻ പോകും. എടോ, നീ ഓക്കേ അല്ലേ? എന്താ മനോജ് നിന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെന്റെ ഉദ്ദേശം പണ്ട് നീ ഇഷ്ടവും പറഞ്ഞ എന്റെ പുറകെ നടന്നൊക്കെ ഓക്കെ, പക്ഷെ ഞാൻ വൈശാഖായിട്ട് കമ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ എന്റെ പുറകെ വരണേന്ന് എനിക്ക് മനസ്സിലാവണം മനോജെ. എന്തോന്ന്? പണ്ട് നീ ഇഷ്ടവും പറഞ്ഞ എന്റെ പുറകെ നടന്നൊക്കെ ഓക്കെ, ഇപ്പൊ ഞാൻ വൈശാഖായിട്ട് കമ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ എന്റെ പുറകെ വരണമെന്ന് എനിക്ക് മനസ്സിലാവണം മനോജെ. എന്താ നിന്റെ ഉദ്ദേശം? ചൂട് എന്തുകൊണ്ടാണ്? മനോജെ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തതാണോ അതോ എനിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും പറയണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മനോജെ, ഐ ആം നോട്ട് സിംഗിൾ എനിമോർ. ഐ ആം നോട്ട് സിംഗിൾ എനിമോർ.